മയവാൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരും അവൻ ലെബനോൻ കാടുകൾ പോൽ. വൃദ്ധതയിലും അവർ രക്ഷിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും ബാധിക്കുമോ. ബുറുവൽ ൃഗോകാദീശോ ഒരുപോലെങ്ങും മാർത്തും ശ്ലീഹ സമയമിതല്ലോ മോർ ഗ്രിഗോറിയോസ് പതിവന്മാരിൽ പാട്ട് ശ്രദ്ധിച്ചിടുമേ. ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം ബാധിക്കുമോ. കദീശോ നിന്റെ വലിയൊരു കാരുണ്യം മോദിവന്നാസ്യോസ് നിന്നമേ സുതനും സ്തോത്രം നിന്നെ ഓടിച്ചോടിടം പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൻ വഴികളെയുമായി പിതാവിനും പുത്രനും പരിശുദ്ധരുവായിക്കും സ്തുതി അതിലേക്കും തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ പരശുശ്രൂഷയിൽ പ്രവർത്തിച്ചു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് മുതൽ അനേകം അത്ഭുതങ്ങൾ ലോകത്തിൽ മറ്റാരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്, ലോകത്തിന് കാണിച്ചത്. മരിച്ച ലാസറിനെ 4 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് അവൻ്റെ കല്ലറയുടെ അടുക്കൽ പോയിട്ട് കല്ല് മാറ്റുവാൻ പറഞ്ഞിട്ട്, ലാസറേ നീ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ലാസർ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി മുഖം മൂടിയവനായി അവൻ എഴുന്നേറ്റ് വരികയാണ്. അത് തന്നെ ഒരു അത്ഭുതമാണ്. കൈകാലുകൾ ബന്ധിച്ച ഒരാൾ, മുഖം മൂടിയിട്ടൊരാൾ എഴുന്നേറ്റ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതുപോലും നമുക്ക് അൺഇമാജിനബിളാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ അനേകം അത്ഭുതങ്ങൾ
അനേകരെ കർത്താവ് ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി.